ഹായ് ബുദ്ധാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 9ന്റെ ചാപ്റ്റർ 11 ആയ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ല. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. അപ്പം ഒരു പ്രിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇക്വിലേറ്ററൽ അല്ലെ, പ്രിസം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ അതിന്റെ ബേസ് എന്തായിരിക്കും? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇനിയോ ഇറ്റ്സ് ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ ഈസ് 15 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. അതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ്? 15 ആണ്. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഹൈറ്റ് തന്നിട്ടുണ്ട് 5. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് വോളിയം. നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വോളിയം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആലോചിക്കുക, എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തരില്ല, അതായത് സൈഡ്സ് നേരിട്ട് തരുമൊന്നും ചെയ്യില്ല. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, കണ്ടോ? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പെരിമീറ്ററിൽ നിന്ന് ആദ്യം നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കാം, ഇതായിരിക്കും ബേസ് വരുന്നത് അല്ലേ. ഇതിന്റെ ബേസ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 15 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ആണ് ഉള്ളത്? ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉള്ളത് അല്ലേ. ഇക്വിലേറ്റർ അല്ല, എല്ലാ ട്രയാങ്കിൾസിനും 3 സൈഡ്സ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ എന്തായിരിക്കും? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 3a എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 15 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ a എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡും ആഡ് ചെയ്യുന്നതാണ് എന്ത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെരിമീറ്റർ 15 ആണെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എത്രയായിരിക്കും? a കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 15/3. സോ 5 സെന്റിമീറ്റർ. ഒരു സൈഡ്, ഈ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി? 5 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്താണ് വരിക? നമുക്കറിയാം √3a²/4. ഇനി കണ്ടുപിടിക്കാൻ സുഖമല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? √3 × a² എന്ന് പറഞ്ഞാൽ 25/4. ഇനി നമ്മൾ √3യുടെ വാല്യൂ അപ്ലൈ ചെയ്യണം. 1.73 × 25/4. നോക്കുക, 173 × 25 ആദ്യം ചെയ്യാം. 5 3s are 15, carry 1, 7 5s are 35 plus 1 36, 1 5s are 5, 6 7 8, 3 2s are 6, 7 2s are 14, 1 2s are 2 plus 1 3, 5 6 plus 6 12, 13 1. ഇത് കിട്ടി. എത്ര പ്ലേസ് കഴിഞ്ഞ് നമ്മൾ ഡെസിമൽ ചേർക്കണം? ക്വസ്റ്റ്യനിൽ 2 പ്ലേസ് നോക്കുക. 2 പ്ലേസ് കഴിഞ്ഞാണ് ഡെസിമൽ വരുന്നത്. സോ നമ്മൾ ആൻസറിൽ 2 പ്ലേസ് കഴിഞ്ഞ് ഡെസിമൽ ചേർക്കണം. സോ നമുക്ക് എന്ത് കിട്ടി? 443.25 ഡിവൈഡഡ് ബൈ 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യണം. നോക്കാം, 4 3 പോയിന്റ് ഒഴിവാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്ത രീതിയിലും ചെയ്യാം. 4 എത്ര ചെയ്യാം? 1 4s are 4. 3ൽ പോവോ? 3ൽ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സീറോസ് ചേർക്കണം, പോയിന്റ് കണ്ടോ. ഇനി 32 എടുക്കാം. 32 എടുക്കുന്ന സമയത്ത് 3ൽ പോവാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 0 യൂസ് ചെയ്യണം അല്ലേ, എന്നിട്ട് പോയിന്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? 32ൽ 8 4s are 32. 0 അടുത്തത് 5ൽ 4, 1 4s are 4. അപ്പം 10.81. അപ്പം നമുക്ക് എന്ത് കിട്ടി? 10.81. അപ്പം എന്ത് കിട്ടി? ഏരിയ ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഈ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 10.81 സ്ക്വയർ സെന്റിമീറ്റർ. കണ്ടോ, ഇതിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? അതെ, വോളിയം ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 10.81 ഇൻറ്റു ഹൈറ്റ് എത്രയായിരിക്കും? ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? ഹൈറ്റ് 5 ആണ്. ഇൻറ്റു 5 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 8 5s are 40, carry 1, 4 54.05. അപ്പം ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വോളിയം വരുന്നത്. കണ്ടോ, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പെരിമീറ്റർ തന്നാൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ സൈഡ് കണ്ടുപിടിക്കണം. സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വോളിയം ഹൈറ്റോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ആക്ടിവിറ്റിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്.
The hexagonal hole of each side 2 meter is dug in the school grounds to collect rainwater. അല്ലേ? ഒരു ഹെക്സഗണൽ ഹോള് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെക്സഗൺ ഷേപ്പിൽ നമ്മൾ ചെറിയൊരു ഹോള് ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിലാണ്? ഹെക്സഗണൽ ഷേപ്പിലാണ്. ഇനിയോ എത്ര മീറ്റർ ആണ്? ഈച്ച് സൈഡ് 2 meter ഈസ് ഡഗ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് അല്ലേ? അതായത് ഈ ഹെക്സഗണൽ ഹോൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ അർത്ഥം? ഒരു കുഴി. നോക്കാം നമുക്ക്. ഹെക്സഗണൽ ഇതായിരിക്കും ഇതിൻ്റെ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഇതിൻ്റെ ബേസ് ഇങ്ങനെ ഉണ്ടാവും, ഹെക്സഗൺ ഷേപ്പ്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ ഒരു സൈഡ്, ഈച്ച് സൈഡ് എത്രയാണെന്നാണ് പറയുന്നത്? 2 meter. ഈച്ച് സൈഡ്, ഓരോ സൈഡും 2 meter. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 meter ആണ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് ടു കളക്ട് റെയിൻ വാട്ടർ. നമ്മൾ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹെക്സഗണൽ ഷേപ്പിൽ നമ്മളൊരു ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയോ ടു കളക്ട് റെയിൻ വാട്ടർ ഇറ്റ് ഈസ് 3 meter ഡീപ്പ്. അപ്പം നമ്മുടെ കുഴിച്ചു വെച്ചിട്ടുള്ള ആ കുഴിയുടെ ആഴം എന്ന് പറയുന്നത് എത്രയാണ്? 3 meter ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് താഴത്തേക്ക് 3 meter താഴ്ചയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആ കുഴി കുഴിച്ചു വെച്ചിട്ടുള്ളത്. ഇനിയോ ഇറ്റ് നൗ ഹാസ് വാട്ടർ 1 meter ഡീപ്പ്. പക്ഷേ നമ്മൾ 3 meterൽ അത് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൽ എത്ര വാട്ടർ മാത്രമേ ഉള്ളൂ? 1 meter അല്ലേ? 1 meterൽ മാത്രമേ എന്തുള്ളൂ? വെള്ളമുള്ളൂ. ബാക്കി ഭാഗം എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുഴിയുടെ അടിയിലേക്ക് 1 meterൽ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. കുഴിയുടെ ടോട്ടൽ ആഴം എത്രയാണ്? 3 meter ആണ്. പക്ഷേ വാട്ടർ ഉള്ളത് എത്രയാണ്? 1 meter ആണ്. അവിടെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, 1 meter മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഇൻ ഇറ്റ്. അതിൽ എത്ര വാട്ടർ ഉണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിൽ. ഒരു ബീക്കറിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അല്ലെങ്കിൽ അതിൽ എത്ര ലിറ്റർ ഓയിലാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തായിരിക്കും കണ്ടുപിടിക്കുക? നമ്മൾ വോളിയമാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എത്ര ഹൈറ്റിൻ്റെ കണ്ടുപിടിക്കണം? 3 meter ഹൈറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ 1 meter ഹൈറ്റിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മുടെ ഹെക്സഗണൽ അല്ലേ? ഈ കുഴിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണ്? ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പം എത്രയാണ് സൈഡ്സ് വരുന്നത്? 2 meter ആണ്. 2 meter. അപ്പം നിങ്ങൾ ആലോചിക്കണം, 2 meter എന്ന് പറയുമ്പം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 200 centimeter ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതിനെ നമുക്ക് എത്ര പാർട്സ് ആക്കി മാറ്റാം? ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് 6 equilateral ട്രയാങ്കിൾ ആക്കി മാറ്റാം. ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 into ഇക്വിലേറ്ററൽ ആയതുകൊണ്ട് √3a²/4 അല്ലേ? എളുപ്പത്തിൽ കഴിഞ്ഞു. 6 into √3a²/4. അപ്പോൾ നമുക്ക് ബേസ് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം a എന്ന് പറയുന്നത് 200 ആണ്. സോ 6 into √3 into 200 into 200/4. ആദ്യം ക്യാൻസൽ ചെയ്തു 3. ഇപ്പോൾ ഇവിടെ 2 കിട്ടി. ഇനി ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്രയായി? 100 ആയി. ബാക്കി എത്രയുണ്ട് ഇവിടെ? 3 into √3 into 100 into 200 ഇത്രയാണ് അല്ലേ? ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക നോക്കാം. 2 into 100. ആദ്യം നമുക്ക് സീറോസ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 1 2, 2 into 3 6. അപ്പോൾ എന്ത് വന്നു? 6 എഴുതാം. ഇനി 4 zeros അല്ലേ? ഇവിടെ 2 0, ഇവിടെ 2 0. 4 zeros നമുക്ക് എഴുതി കൊടുക്കാം. into 1.73. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സീറോ ഒഴിവാക്കി 173യെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 3s are 18, carry 1, 7 6 are 42 plus 1 43, 1 6 are 6 plus 4 10. ഇത്രയും കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഇനി എത്ര സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം? 1038 എഴുതാം. ഇനി എത്ര സീറോസ് ഉണ്ട് ഇവിടെ? 4 zeros. 3 zeros നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നോക്കുക എത്ര പ്ലേസ് എന്നിട്ട് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പോയിന്റ് യൂസ് ചെയ്താൽ മതി. എത്ര പ്ലേസ് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ചേർക്കണം? 2 പ്ലേസ് അല്ലേ? എവിടുന്ന് എങ്ങോട്ട്? ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇതാണ് ഫസ്റ്റ് പ്ലേസ്, ഇത് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ കിടക്കുന്നത് 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പ്ലേസ്. സോ നമ്മൾ 2 പ്ലേസ് കഴിഞ്ഞ് നമ്മൾ ഡെസിമൽ പോയിന്റ് ചേർക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഈസ് ഈക്വൽ ടു 103800 ആണ് എന്ത് വരിക? സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിൻ്റെ ഏരിയ, ബേസ് ഏരിയ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പമായി. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം ഈ കുഴിയുടെ ആഴം എന്ന് പറയുന്നത് 3 meter ആണ്. പക്ഷേ നമുക്ക് 3 meter ചെയ്യാൻ പറ്റുമോ? ഇവിടെ വേണ്ട. കാരണം നമുക്ക് വാട്ടറിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആ കുഴിയിൽ കൊള്ളുന്ന വാട്ടറിൻ്റെ അളവാണ് വേണ്ടത്. വാട്ടർ ഇപ്പോൾ എത്രയാണുള്ളത്? 1 meter ഡീപ്പിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയാണ് ഇവിടെ? ബേസ് ഏരിയ നമുക്ക് എത്ര കിട്ടി?
ബേസ് ഏരിയ 1 10 100 1000 10,000 lakh 1,03,800 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 100 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്, നമ്മൾ എഴുതുന്ന സമയത്ത് അത് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ആൻസർ എത്ര വരും 10380000. ഇത്രയും ആയിരിക്കും എന്ത് ഇതിൻ്റെ വോളിയം വരിക. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി ചേർക്കണം ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം. ഏതിൻ്റെ വോളിയം നമ്മുടെ റെയിൻ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലേ, ഈ നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ റെയിൻ വാട്ടർ എടുത്ത് വെക്കുന്നതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത്രയും വോളിയമാണ്, ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ് എന്ത് കിടക്കുന്നത് നമ്മുടെ വോളിയം കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ പറയുന്നതിലും സുഖം നമുക്ക് എന്താണ് ഇതിനെ ലിറ്ററിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയാവുന്നതാണ്. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്ററിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഇപ്പോൾ 1000ൽ 3 zeros ആണുള്ളത്, ഇവിടെ 3 zeros ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10380 അല്ല 10,380 ആയിരിക്കും. 80 ലിറ്റേഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക നമ്മുടെ നമ്മൾ ഈ കുഴിച്ചു വെച്ചിട്ടുള്ള ഇതിൽ കൊള്ളുന്ന വാട്ടർ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി